ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയെ കാണാനായിട്ട് മഹിമ വന്നിരിക്കുന്നതിൻ്റെ ആവശ്യം മറ്റൊന്നുമല്ല, തൻ്റെ വീട്ടിൽ VIPസും അതുപോലെ തൻ്റെ ബന്ധുക്കളൊക്കെ വരുന്നതാണ്. ആ ഒരു സമയത്ത് ചടങ്ങൊന്നും അലങ്കോലമാവരുത് എന്നൊരു ആവശ്യവുമായിട്ടാണ് വരുന്നത്. മാത്രമല്ല, പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നത് നേരത്തെ റിട്ടയർമെൻറ്റ് ചടങ്ങിന് വന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ചന്ദ്രയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലാവുകയാണ് മഹിമ വളഞ്ഞു കെട്ടി വരുന്നത് സച്ചിയുടെ കാര്യത്തിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്ര പറയുകയാണ്, മഹിമ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മഹിമ പറഞ്ഞു വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, സച്ചി ഒരു ചടങ്ങിന് പങ്കെടുക്കുന്നതല്ലേ, എന്തായാലും സച്ചി ഒരു ചടങ്ങിന് പങ്കെടുക്കില്ല എന്ന് മഹിമയ്ക്കായിട്ട് ചന്ദ്ര വാക്ക് പറയുകയാണ്. മഹിമ വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെയാണ് അവിടുന്ന് പോകുന്നത്. കാരണം മഹിമ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ചന്ദ്ര അവിടെ നിറവേറ്റാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മഹിമ പോയതിന് ശേഷം ചന്ദ്ര ഭയങ്കരമായിട്ട് തന്നെ ചിന്തിച്ചു കൂട്ടാണ്, എന്ത് വിധേനയും സച്ചി ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവിയേട്ടനാണ്. രവിയേട്ടൻ എന്ത് പറഞ്ഞാലും സച്ചി കേൾക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ രവിയേട്ടനെ കൊണ്ട് തന്നെ ഈ ഒരു കാര്യം പറയിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മുടെ രവി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. രവി ആകെ വേർത്ത് കുളിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് വേണമല്ലോ ഈ ഒരു കാര്യം രവിയോട് പറയാനായിട്ട്. വേഗം തന്നെ ചന്ദ്ര വന്നിട്ട് രവിയേട്ടൻ ആകെ വേർത്തുള്ളൂ, ആകെ ടയേർഡായല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ പിന്നെ പുറത്ത് നടക്കാൻ പോയതല്ലേ ചന്ദ്ര, അതിൻ്റെതായ ഒരു വേർപ്പൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഓ പിന്നെ ഞാൻ എന്തോരം ഇവിടെ നടക്കുന്നു, എന്നിട്ട് ഞാനൊന്നും വേർക്കാറില്ലല്ലോ എന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് രവി പറയുകയാണ്, അതെ പണ്ടുള്ള കാരണന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പണിയെടുക്കാതിരുന്നാലും വേർക്കാതിരിക്കാം, അത് മാത്രമല്ല നല്ല തൊലിക്കട്ടിയുള്ളവരും വേർക്കുകയില്ല എന്ന്. ഇതിനകത്ത് ഏത് കടത്തിൽപ്പെടും നീ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവിയേട്ടൻ്റെ ഒരു തമാശ എന്ന് നമ്മുടെ ഇങ്ങനെ ചന്ദ്ര പറയാണ്. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, അതെ എനിക്ക് ഭയങ്കര തമാശയാണ്, ഇപ്പം ഞാൻ നിന്നെപ്പറ്റി കേട്ട് ഒരു പുസ്തകം എഴുതാൻ പോവാ, ചന്ദ്രയുടെ 1001 തമാശകൾ എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്ന സമയത്ത്, അത് നല്ല കാര്യം തന്നെയാണ് രവിയേട്ടൻ്റെ തമാശ ഈ വീടിൻ്റെ ഉള്ളിൽ മാത്രം നിന്നാൽ മതിയല്ലോ, നാട്ടുകാരും ഒക്കെ അറിയണം. എന്തായാലും രവിയേട്ടൻ ഇവിടെ നിൽക്കും, രവിയേട്ടന് ഞാൻ ജ്യൂസ് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇത്രയും നേരം നീ പറഞ്ഞ നല്ല കാര്യം ഇതാണ്, എന്തായാലും ഒന്ന് തണുക്കാൻ ജ്യൂസ് നല്ലതാണ്, നീ എടുത്തുകൊണ്ട് വായെന്ന് നമ്മുടെ രവി പറയാട്ടോ. അങ്ങനെ ചന്ദ്ര ജ്യൂസ് എടുക്കാൻ പോകുന്ന സമയത്ത് ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈശ്വര ഇനി രവിയേട്ടൻ എന്നെപ്പറ്റി വല്ല പുസ്തകം ഇനി ഇറക്കും, ആകെ കെണിയായല്ലോ, അതെങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, ചന്ദ്ര നിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും, എന്താ രവിയേട്ടാന്ന് ചോദിക്കുകയാണ്. നീ ഇങ്ങോട്ട് വന്നേ എന്ന് നമ്മുടെ രവി പറയുന്ന സമയത്ത്, എൻ്റെ രവിയേട്ടൻ കാര്യം പറഞ്ഞോളാൻ പറയുമ്പോഴത്തേക്കും, നീ ഇങ്ങോട്ട് വാ, നീ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ ചന്ദ്ര രവിയുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, ഇനി കാര്യം പറ, നീ ഇത്രയധികം എന്നെ സൂചിപ്പിച്ചില്ലേ, സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വാളും തുള്ളി വരുന്നതാണ് നീ, പക്ഷെ ഒന്നും മിണ്ടാതെ തന്നെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് എനിക്ക് ജ്യൂസ് എടുത്തുകൊണ്ട് നീ വന്നുവെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിനക്ക് എന്നോട് പറയാനുണ്ട്, ഞാനുമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിനക്ക് സാധിച്ചു കൊടുക്കാനുണ്ട്, എൻ്റെ കാര്യം എന്ന് വെച്ചാൽ തുറന്ന് പറയാൻ രവി പറയാട്ടെ. ഏത് സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ട അങ്ങനെയൊന്നും ഇല്ലാന്ന് ചന്ദ്ര പറയുന്ന സമയത്ത്, അങ്ങനെ വരാൻ സാധ്യമില്ലല്ലോ ചന്ദ്ര, കാര്യം തുറന്ന് പറയുകയാണ് നമ്മുടെ രവി. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ട ഇന്ന് മഹിമ ഇവിടെ വന്നിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും, അതാണ് കാര്യം, ഇനി ബാക്കി പറഞ്ഞോളാം രവി പറയുമ്പോഴത്തേക്കും, അതല്ല രവിയേട്ട മഹിമ ഇവിടെ വന്നിരുന്നു, മഹിമയ്ക്ക് പേടി എന്നത് ഇനി ഈ ഒരു ചടങ്ങിനകത്ത് എന്തെങ്കിലും ഒരു അലങ്കോലം ഉണ്ടാകുമോ എന്നൊരു പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നീ എന്തിനാണ് പേടിക്കുന്നത്, അതിനല്ലേ നമ്മുടെ മകൻ സച്ചിയുള്ളോട്ട് നമുക്ക് യാതൊരു പേടിയില്ലാതെ പോകാം എന്നൊക്കെ രവി പറയുമ്പോഴത്തേക്കും, സച്ചിയെ തന്നെയാണ് എനിക്ക് പേടി, സച്ചിയെ ഈ ഒരു ചടങ്ങിന് വന്നു കഴിഞ്ഞാൽ അലങ്കോലമാവുമോ എന്നാണ് മഹിമയുടെയും എൻ്റെയൊക്കെ പേടി എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും, അത് നമ്മുടെ രവിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഫീൽ ചെയ്യട്ടെ. രവി പറയുന്നുണ്ട്, നീ എന്താ ചന്ദ്ര പറഞ്ഞു വരുന്നത്, നിന്റെ മകൻ തന്നെയല്ലേ സച്ചി, പിന്നെ അവനെ നീ എന്തിനാ ഒഴിച്ചു മാറ്റി നിർത്തുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ബാക്കിയുള്ള മക്കളെ പോലെ ഒന്നുമല്ല സച്ചി ആവശ്യമില്ലാതെ പല പല കാരണങ്ങളുണ്ടാക്കും, അന്നത്തെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ തന്നെ കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെയല്ലേ സച്ചി അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഒരു കാര്യമില്ലാതെയല്ല അവർ അന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, അവിടെ വന്നിരുന്നവർ എന്നെപ്പറ്റി മാന്യതയില്ലാതെ സംസാരിച്ചപ്പോഴാണ് സച്ചി ദേഷ്യപ്പെട്ടത്, അല്ലാതെ ഒരു കാര്യമില്ല സച്ചി ആരെയും തന്നെ തല്ലാറില്ല എന്നൊക്കെ നമ്മുടെ രവി പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ രവിയേട്ടൻ അവനെ സപ്പോർട്ട് ചെയ്താലും സംസാരിക്കണം, അവൻ എപ്പോഴും ഒരു ടാക്സിക്കാരൻ്റെ തനി സ്വഭാവം എടുക്കുമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറഞ്ഞു കേട്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതിന് ടാക്സിക്കാർക്ക് എന്താ അമ്മയെ കുഴപ്പമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിന്നെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിച്ചോന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അതിന് എന്നെ വിളിക്കേണ്ട കാര്യമില്ല അമ്മ, എൻ്റെ ഭർത്താവിനെ പറ്റി കുറ്റം പറയുന്നത് കേട്ട് നിലയ്ക്ക് എനിക്ക് സാധിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് രേവതി മറുപടി പറയുകയാണ്. നിന്റെ ഭർത്താവ് അവനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ കാരണം എല്ലാ ചടങ്ങും അലങ്കോലമാവും, അവന് ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കാതിരിക്കുന്നത് തന്നെ നല്ലത്,
എന്നൊക്കെയാണ് ചന്ദ്ര പറയുമ്പോഴത്തേക്കും, നീ എന്താ ചന്ദ്ര ഈ പറഞ്ഞു വരുന്നത്, എന്നാലും ആ മഹിമ അവരിങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെയാണ് രവി പറയുന്ന നേരത്ത് അതിന് മഹിമയെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. മഹിമ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം എന്നോട് വന്ന് തുറന്നു പറഞ്ഞപ്പോൾ ഞാനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് നമ്മുടെ ചന്ദ്ര പറയാട്ടെ. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, ഓഹോ നിനക്ക് നിന്റെ ബന്ധുക്കളെ പറ്റി പറഞ്ഞപ്പോൾ പൊള്ളിയില്ലേ, സ്വന്തം മകനെ എന്ത് വേണമെങ്കിലും പറയാം, അവരോടുള്ള ആത്മാർത്ഥതയിൽ സ്നേഹത്തിലും പകുതിയെങ്കിലും നിനക്ക് സച്ചിയോട് കാട്ടിക്കൂടെ എന്നൊക്കെയാണ് ചന്ദ്രയോടായിട്ട് രവി ചോദിക്കുന്നു. അതിനുശേഷം പറയുകയാണ്, നിനക്കിപ്പോൾ എന്താ വേണ്ടത്, ഈ ഒരു ചടങ്ങിന് സച്ചി പങ്കെടുക്കുക അത്രയല്ലേ ഉള്ളൂ, ഈ ഒരു ചടങ്ങിന് സച്ചി പങ്കെടുക്കുകയില്ല എന്ന് രവി പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നാൽ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വന്ന ഉടനെ തന്നെ ശ്രുതി പറയുന്നത്, അച്ഛൻ നടത്തിയ നല്ലൊരു തീരുമാനമാണിത്, എന്തായാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവൻ ഈ ഒരു ചടങ്ങിന് വരാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. എൻ്റെ ഇവിടെ ഒരു ആലോചന, എൻ്റെ ഇവിടെ പ്രശ്നം എന്നൊക്കെ സച്ചി ചോദിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ രേവതി പറയുന്നത്, സച്ചിയേട്ടാ ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീകാന്തിന്റെ വർഷയുടെ താലിമാറ്റ ചടങ്ങിനെ കുറിച്ചാണ്, ഈ ഒരു ചടങ്ങിന് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലെന്നാണ് അമ്മയുടെ പേടി എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്ന സമയത്ത്, ആര് പ്രശ്നം ഉണ്ടാക്കാൻ ഞാനിവിടെ ഇല്ല, ആരും പ്രശ്നം ഉണ്ടാക്കാനുള്ളതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നത്, ഇത് തന്നെയാണ് ഇവന്റെ സ്വഭാവം, ഈ ഒരു സ്വഭാവം വെച്ച് അവൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചടങ്ങിന് ഇവനെ പങ്കെടുപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞെന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്ക്, ഓ അപ്പം ഞാനാണ് ഈ കഥയിലെ വില്ലല്ലേ, എന്നെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനാണ് ഈ ഒരു ചടങ്ങിന് പ്രശ്നക്കാരൻ എന്നാണ് പറയുന്നത് എന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത്, നീ തന്നെയാണ് പ്രശ്നക്കാരൻ എന്ന് ശ്രുതി പറയുകയാണ്. പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആൻറ്റി പറഞ്ഞതിൽ എന്താ കുഴപ്പം, ആൻറ്റി പറഞ്ഞത് നേരല്ലേ, എവിടെ എന്ത് ചടങ്ങ് വെച്ചാലും അവിടെയെല്ലാം തന്നെ സച്ചി വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, ഓ ഞാനാണല്ലോ എല്ലാ പ്രശ്നക്കാരും ഉണ്ടാക്കുന്നത്, പാർക്കിൽ പോയി കടന്നുറങ്ങുന്ന ഇവൻ മാന്യൻ, മാത്രമല്ല വീട്ടിൽ നിന്ന് പണം അടിച്ചു പോയപ്പോൾ ഇവൻ ഡബിൾ മാന്യൻ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ വായടക്കുകയാണ് കേട്ടോ. അപ്പോൾ തൻ്റെ മകനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് നന്നായിട്ട് തന്നെ പൊള്ളുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം എന്ന ചടങ്ങിന് നീ പങ്കെടുക്കരുത് എന്നതാണ് എന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്കും, എന്തായാലും ചന്ദ്ര ഞാൻ വാക്ക് പറഞ്ഞില്ലേ സച്ചി ചടങ്ങിന് പങ്കെടുക്കില്ലാന്ന്, സച്ചി മോനെ നീ ഇവിടെ വന്നിരുന്നേ എന്ന് രവി പറയുന്നുണ്ട്. അങ്ങനെ സച്ചി രവിയുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, നീ ആ ചടങ്ങിനോ അല്ലെങ്കിൽ ആ പരിസരത്ത് പോലും നീ നിന്റെ വണ്ടി കൊണ്ട് വരരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിയുടെ മുഖം വല്ലാതാവുന്നുണ്ട്, രേവതിക്ക് സങ്കടം വരുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിൽ തന്നെ രവി പറയുന്നുണ്ട്, നീ എന്തായാലും അന്നേ ദിവസം തന്നെ നല്ലൊരു ബിരിയാണി അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണം, അതിലൊരു പാഴ്സൽ അച്ഛനും കൂടി മേടിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും രവിയെ അതിശയത്തോടുകൂടി തന്നെ നോക്കുകയാണ് നമ്മുടെ സച്ചി. കാരണം രവി എന്താണ് പറഞ്ഞു വന്നതെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര ചോദിക്കുന്നു, അതിന് 2 പാഴ്സലിന് ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു ചടങ്ങിന് സച്ചി മാത്രമല്ല ഞാനും പങ്കെടുക്കുന്നില്ല എന്ന് രവി പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അടി കിട്ടിയ അവസ്ഥയാവുന്നത്. വേഗം രവിയോട് ചോദിക്കുന്നുണ്ട്, അതിന് രവിയേട്ടൻ എന്തിനാ വരാതിരിക്കുന്നത്, ഞാൻ പറഞ്ഞ സച്ചിയോട് വരരുതെന്നാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ മകനെ ഒഴിച്ചു നിർത്തിയിട്ട് ഒരു ചടങ്ങിന് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ രവി തറപ്പിച്ച് തന്നെ പറയുകയാണ്. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനും അച്ഛനും ഇല്ലാത്ത ചടങ്ങിന് ഞാനും പങ്കെടുക്കില്ല എന്ന് പറയാം കേട്ടോ. വേഗം തന്നെ ചന്ദ്ര രവിയോടായിട്ട് പറയുന്നത്, രവിയേട്ടൻ വരാതിരിക്കരുത്, രവിയേട്ടൻ വരാതിരുന്ന എങ്ങനെ ചടങ്ങായിട്ട് നടക്കുന്നത്, രവിയേട്ടൻ ഇല്ലാതെ ഈ ഒരു ചടങ്ങ് നടത്താൻ സാധിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നീ ഇല്ല ചന്ദ്ര, നീ മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി, നിനക്ക് സച്ചി വരരുതെന്നല്ലേ, സച്ചി ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കുന്നില്ല, നീ സന്തോഷമായി തന്നെ ഈ ഒരു ചടങ്ങ് പങ്കെടുത്തിട്ട് പോരാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നിട്ട്. വന്ന ഉടനെ തന്നെ വർഷ ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരും കൂടി ഒരു ആലോചന ഞങ്ങളില്ലാതെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്തിൻ്റെ വർഷയുടെ താലിമാറ്റൽ ചടങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് രേവതി മറുപടി പറയുകയാണ്. പെട്ടെന്ന് തന്നെ വർഷ പറയുന്ന, എന്നെ അമ്മ വിളിച്ചിരുന്നു, അവിടെ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി എന്ന് പറഞ്ഞത് എന്നൊക്കെ വർഷ പറയുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, മോനെ ശ്രീകാന്ത് അച്ഛൻ ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കില്ല, എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ മുൻകൈ എടുത്ത് ചെയ്തോളുമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് വർഷയ്ക്ക് പെട്ടെന്ന് വിഷമാവാൻ കേട്ടോ. ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എൻ്റെ ഒരു മകൻ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു ചടങ്ങിന് എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് രവി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ചോദിക്കുകയാണ്, ആരെ ഒഴിച്ചു നിർത്തിയെന്ന് പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് രേവതിയാണ് ഇതിന് മറുപടി പറയുന്നത്. രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ ഒരു ചടങ്ങിന് പങ്കെടുക്കരുതെന്ന് വർഷയുടെ അമ്മ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് ദേഷ്യം വരട്ടെ. ശ്രീകാന്ത് വേഗം തന്നെ വർഷയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മ എന്ത് പടിയാണ് കാണിച്ചത്, സച്ചിയേട്ടൻ വരാമെന്ന് പറയാൻ അവരാരാ, സച്ചിയേട്ടൻ വരാത്തൊരു ചടങ്ങിന് ഞാനും പങ്കെടുക്കില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും, അതിന് ഞാൻ അറിഞ്ഞില്ല ശ്രീകാന്ത്, ഞാൻ ഇപ്പം തന്നെ അമ്മയെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വർഷ ഫോൺ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, മോളെ വർഷയെ അമ്മയെ വിളിക്കുകയൊന്നും വേണ്ട, ഞാനേ ഒരു ചടങ്ങിന് സച്ചി പങ്കെടുക്കുമെന്ന് പറഞ്ഞത്, മോളുടെ അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, മോൾ അമ്മയെ വിളിക്കുകയൊന്നും വേണ്ട എന്ന് നമ്മുടെ ചന്ദ്ര മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു സമയത്ത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് പണി അമ്മയെ കാണിച്ചത്, ഏട്ടനെ മാറ്റി നിർത്തിയിട്ട് ഒരു ചടങ്ങ് നടത്താൻ എനിക്ക് താല്പര്യമില്ല, ഏട്ടനില്ലാത്ത ചടങ്ങിന് ഞാനും പങ്കെടുക്കുകയില്ല എന്ന് ശ്രീകാന്ത് പറയാം കേട്ടോ. ഈ ഒരു സമയത്ത് വർഷ വന്നിട്ട് രേവതിയുടെ അടുത്തൊന്ന് പറയുന്നുണ്ട്, രേവതി ചേച്ചി അന്ന് ഞങ്ങളുടെ കല്യാണം
പറയുന്ന സമയത്ത് രേവതി ചേച്ചി ആഗ്രഹിച്ചില്ല എങ്കിലും ആ ഒരു ചടങ്ങിന് എല്ലാ ബന്ധുക്കളുടെ വീട്ടുകാരുടെ എല്ലാ അനുഗ്രഹങ്ങളെല്ലാം തന്നത് ഞങ്ങൾക്ക് രേവതി ചേച്ചിയാണ്. രേവതി ചേച്ചി ഈ ഒരു ചടങ്ങിനില്ലാതെ പറ്റുകയില്ല, രേവതി ചേച്ചി വന്നേ മതിയാവൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ ഭർത്താവിനെ മാറ്റി നിർത്തിയ ചടങ്ങിൽ എനിക്ക് വരാൻ സാധിക്കില്ല, പക്ഷേ നിനക്ക് എന്നോടൊന്നും തോന്നരുത് എന്ന് രേവതി മറുപടി പറയാം കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് രവിവരായിട്ട് പറയുന്നുണ്ട്, അച്ഛൻ വരണം, അച്ഛൻ വരാതിരിക്കരുത്. ഞങ്ങളുടെ കല്യാണം നടത്തിയ സമയത്ത് അച്ഛൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയില്ല, ഈ ഒരു ചടങ്ങിനെങ്കിലും അച്ഛനും ഏട്ടനും വരണം എന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന സമയത്ത് അന്നേരം കല്യാണം നടത്തിയപ്പോൾ നീ ഞങ്ങളെ പറ്റിയൊന്നും ഓർത്തില്ലല്ലോ, പിന്നെ ഇപ്പം എന്തിനാ ഞങ്ങളുടെ ഒരു അനുഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നു. വേഗം തന്നെ ശ്രീകാന്ത് പറയുകയാണ്, ആര് പറഞ്ഞു ഓർത്തില്ല, നിങ്ങളില്ലാത്തിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ആ ഒരു വിഷമമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് വർഷയുടെ അമ്മ ഒരു ചടങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചത്, അച്ഛൻ വരാതിരിക്കരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി ഇല്ലാത്തൊരു ചടങ്ങിന് ഞാൻ വരികയില്ല എന്ന് രവി തറപ്പിച്ച് തന്നെ പറയുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ഒന്ന് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചേട്ടൻ വരണം, സച്ചേട്ടൻ വരാതിരിക്കരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേണ്ട ശ്രീകാന്ത്, ഞാൻ വരികയില്ല, അല്ലെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ പല VIPസിൻ്റെ അവരുടെ പൊങ്ങച്ച കാണേണ്ടി വരും, അതിന് പേരെ ഞാൻ വരാതിരിക്കുന്നതല്ലേ, ഞാൻ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന സമയത്ത് സച്ചി സോഫയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സച്ചിയുടെ അടുത്ത് വന്ന് നിലത്തിരുന്നിട്ട് സച്ചിയുടെ മുട്ടുകാലുമേ കൈ കയറ്റി വെച്ചിട്ട് ദയനീയമായ അവസ്ഥയിൽ തന്നെ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, സച്ചേട്ടൻ ഒരു ചടങ്ങിന് വരണം, സച്ചേൻ്റെ അനിയനെ വന്ന് അനുഗ്രഹിക്കണം, സച്ചേനില്ലാത്തൊരു ചടങ്ങിന് ഞാനും പോവുകയില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഒരു അനിയനോടുള്ള വാത്സല്യവും സ്നേഹവും എല്ലാം തന്നെ നമ്മുടെ സച്ചിയുടെ മുഖത്ത് കാണാൻ സാധിക്കും കേട്ടോ. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.